ഹായ് ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോയിൽ നോക്കുന്നത് LDC 2014 എറണാകുളം ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. LDC 2014 എറണാകുളം ജില്ല. ഇതിൻ്റെ മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നോക്കി. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പീനം ഏത്? സബർമതി സോണോറ. സബർമതി സോണോറയാണ് MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം. റിയോ ഡി ജനീറോ മുതൽ ജോഹന്നാസ് വരെ എന്നത് സ്വാമിനാഥന്റെ പുസ്തകമാണ്. റിയോ ഡി ജനീറോ മുതൽ ജോഹന്നാസ് വരെ. ഗിരിജ, സോണാലിക, സോന ഇതെല്ലാം ഗോതമ്പിന്റെ സങ്കരീന വിത്തുകളാണ്. ഗോതമ്പിന്റെ സങ്കരീന വിത്തുകളാണ് ഗിരിജ, സോന, സോനാലിക എന്നിവ. ഗിരിജ, സോന, സോനാലിക. താഴെ പറയുന്നവയിൽ സങ്കരവർഗം പശു ഏത്? സുനന്ദിനി. സുനന്ദിനി ഒരു സങ്കരീനം പശുവാണ്. മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടിയിലെ ഇൻഡോസിസ് പ്രൊജക്റ്റാണ് അത്യുൽപാദന ശേഷിയുള്ള സുനന്ദിനി എന്ന കന്നുകാലിയെ വികസിപ്പിച്ചെടുത്തത്. മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടിയിലെ ഇൻഡോസിസ് പ്രൊജക്റ്റാണ് അത്യുൽപാദന ശേഷിയുള്ള സുനന്ദിനി എന്ന കന്നുകാലിയെ വികസിപ്പിച്ചത്. ഏറ്റവും ചെറിയ കന്നുകാലി ഇനമാണ് വെച്ചൂർ പശു. വെച്ചൂർ പശു ഏറ്റവും ചെറിയ കന്നുകാലി ഇനമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പശു മൗണ്ട് കറ്റാഡിനാണ്. മൗണ്ട് കറ്റാഡിനാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പശു. ലോകത്തിലെ രണ്ടാമത്തെ ചെറിയ ഇനം കന്നുകാലിയാണ് കാസർഗോഡ് ഡ്വാർഫ്. കാസർഗോഡ് ഡാഫ് ലോകത്തിലെ രണ്ടാമത്തെ ചെറിയ ഇനം കന്നുകാലിയാണ്. സിന്ധി പശുവിന്റെ ജന്മദേശം പാകിസ്ഥാനാണ്. സിന്ധി പശുവിന്റെ ജന്മദേശം പാകിസ്ഥാനാണ്. ഏതു രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ബോവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി? ഭ്രാന്തിപ്പശു രോഗം. ഭ്രാന്തിപ്പശു രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ബോവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. രോഗം ബാധിച്ച മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നത് മൂലം മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ഭ്രാന്തിപ്പശു രോഗം. രോഗം ബാധിച്ച മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നത് മൂലം മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ഭ്രാന്തിപ്പശു രോഗം. മാംസം ചേർത്ത കന്നുകാലിത്തീറ്റ ഭക്ഷിക്കുന്ന കന്നുകാലികളെയാണ് ഈ രോഗാണു കാണപ്പെടുന്നത്. ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ് പന്നിപ്പനിയും പക്ഷിപ്പനിയും. പന്നിപ്പനിയും പക്ഷിപ്പനിയും ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ബീറ്റി വഴുതനങ്ങയിലെ ബീറ്റിയുടെ പൂർണ്ണരൂപം? ബാസിലിയസ് തുറിഞ്ചിയൻസ്. ബാസിലിയൻസ് തുറിഞ്ചിയൻസ് എന്നാണ് ബീറ്റി വഴുതനങ്ങയിലെ ബീറ്റിയുടെ പൂർണ്ണരൂപം. ജനിതകമാറ്റം വരുത്തിയ പച്ചക്കറികളിൽ ആദ്യത്തേതാണ് വഴുതന. ജനിതകമാറ്റം വരുത്തിയ പച്ചക്കറികളിൽ ആദ്യത്തേതാണ് വഴുതന. ബാസിലസ് തുറിഞ്ചിയൻസ് എന്ന ബാക്ടീരിയയുടെ ജീൻ നിക്ഷേപിച്ചാണ് വഴുതനങ്ങയിൽ ജനിതകമാറ്റം വരുത്തിയത്. ബാസിലസ് തുറിഞ്ചിയൻസ് എന്ന ബാക്ടീരിയയുടെ ജീൻ നിക്ഷേപിച്ചാണ് വഴുതനങ്ങയിൽ ജനിതകമാറ്റം വരുത്തിയത്. ബീറ്റി വഴുതന വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനിയാണ് മോൺസാന്റോ. മോൺസാന്റോ ബീറ്റി വഴുതനങ്ങ വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനിയാണ്. മോൺസാന്റോയ്ക്ക് ഓഹരി പങ്കാളിത്തമുള്ള ഇന്ത്യൻ കമ്പനി മഹീക്കോ ആണ്. മഹീക്കോ. വ്യത്യസ്ത ജീവികളുടെ DNA കൂട്ടിച്ചേർത്ത് പുതിയ സ്വഭാവമുള്ള ജീവികളെ സൃഷ്ടിക്കുന്നതിന് പറയുന്നത് ജനിതക എഞ്ചിനീയറിംഗ് എന്നാണ്. ജനിതക എഞ്ചിനീയറിംഗ്. ദേശീയ ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ? ഈ എക്സാം നടക്കുന്ന സമയത്ത് TC മാത്യു ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നിരഞ്ജൻ ഷായാണ്. നിരഞ്ജൻ ഷായാണ് ഇപ്പോഴത്തെ ദേശീയ ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ. നിരഞ്ജൻ ഷാ. ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ആസ്ഥാനം. കർണാടകയിലെ ബാംഗ്ലൂർ. 2000 ദേശീയ ക്രിക്കറ്റ് അക്കാദമി രൂപീകൃതമായത്. 2000. UN ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന ഏത്? ഒപെക്. OPCW. ഒപെക് ആണ് UN ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന. ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് അതാണ് ഒപെക്കിന്റെ പൂർണ്ണരൂപം. ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്. 1997 ഏപ്രിൽ 29 മുതലാണ് ഒപെക് പ്രവർത്തനം ആരംഭിച്ചത്. 1997 ഏപ്രിൽ 29 മുതലാണ്
ഒപെക് പ്രവർത്തനം ആരംഭിച്ചത്? ഒപെക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹേഗിലാണ്. നെതർലാൻഡ്സിലെ ഹേഗിലാണ് ഒപെക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഒപെക്കിന്റെ ആസ്ഥാനം വിയന്നയാണ്. ഓസ്ട്രേലിയയിലെ വിയന്നയാണ് ഒപെക്കിന്റെ ആസ്ഥാനം. IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതാണ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ റിസോഴ്സസ്. സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡാണ് IUCNന്റെ ആസ്ഥാനം. സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡാണ് IUCNന്റെ ആസ്ഥാനം. ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച് വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകമേത്? സൈഗ്നസ് ആണ് ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച് വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകം. നാസയുടെ ഓർബിറ്റൽ സയൻസ് കോർപ്പറേഷനാണ് സൈഗ്നസ് വികസിപ്പിച്ചത്. നാസയുടെ ഓർബിറ്റൽ സയൻസ് കോർപ്പറേഷനാണ് സൈഗ്നസ് വികസിപ്പിച്ചത്. ആൻഡേഴ്സ് എന്ന വാഹനത്തിലാണ് സൈഗ്നസ് വിക്ഷേപിച്ചത്. ആൻഡേഴ്സ്. മറീനർ 10 ബുധൻ ഗ്രഹത്തിലിറങ്ങിയ മനുഷ്യനിർമ്മിത പേടകമാണ്. മറീനർ 10 ബുധൻ ഗ്രഹത്തിലിറങ്ങിയ മനുഷ്യനിർമ്മിത പേടകമാണ്. ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ഒഡീസി. ഒഡീസി ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ നാസ അയച്ച പേടകമാണ്. അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു? ചൊവ്വയിൽ. ചൊവ്വയിൽ കാണപ്പെടുന്ന ഗർത്തമാണ് അറേബ്യ ടെറ. അറേബ്യ ടെറ ചൊവ്വയിലാണ് കാണപ്പെടുന്നത്. കാൾസാഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ചൊവ്വയിലാണ്. കാൾസാഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നൊക്കെ പേരുള്ളത് ചൊവ്വയ്ക്കാണ്. ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നൊക്കെ പേരുള്ളത് ചൊവ്വയ്ക്കാണ്. ഭൂമിയിലേതുപോലുള്ള ഋതുക്കളുടെ ഗ്രഹം ചൊവ്വയാണ്. ഭൂമിയിലേതുപോലുള്ള ഋതുക്കളുടെ ഗ്രഹം ചൊവ്വയാണ്. 2013 ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത് മേഗൻ യങ്. മേഗൻ യങ് ആയിരുന്നു 2013 ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത്. ഇനി മിസ് വേൾഡ് എന്ന് പരിചയപ്പെടാം. 2018 2017 2018 വനേസ പോൺസ് ആയിരുന്നു. വനേസ പോൺസ്, മെക്സിക്കോക്കാരിയ വനേസ പോൺസ് ആണ് 2018 മിസ് വേൾഡ് ലോകസുന്ദരി. 2017 മാനുഷി ചില്ലറായിരുന്നു. ഇന്ത്യക്കാരിയായ മാനുഷി ചില്ലറായിരുന്നു 2017 ലോകസുന്ദരി മിസ് വേൾഡ്. ഇനി മിസ് യൂണിവേഴ്സ് വിശ്വസുന്ദരി 2018 കാട്രിയോന ഗ്രേ. ഫിലിപ്പീൻസുകാരിയായ കാട്രിയോന ഗ്രേ ആയിരുന്നു 2018 മിസ് യൂണിവേഴ്സ്. 2017 ഡെമിലൈ നെൽ പീറ്റേഴ്സ് ആയിരുന്നു. സൗത്ത് ആഫ്രിക്കക്കാരിയായ ഡെമിലൈ നെൽ പീറ്റേഴ്സ് ആയിരുന്നു 2017 മിസ് യൂണിവേഴ്സ് വിശ്വസുന്ദരി. ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത്. വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധമാണ് വിദേശ നയം. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിനാണ് വിദേശ നയം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം ചേരിചേര നയത്തിൽ അധിഷ്ഠിതമായിരുന്നു. ഇന്ത്യയിൽ നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം ചേരിചേര നയത്തിൽ അധിഷ്ഠിതമായിരുന്നു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്ന 5 തത്വങ്ങളാണ് പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്ന 5 തത്വങ്ങളാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് VP മേനോനാണ്. VP മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന വിശേഷണമുള്ളത് സർദാർ വല്ലഭായ് പട്ടേലിനാണ്. സർദാർ വല്ലഭായ് പട്ടേലിനാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന വിശേഷണമുള്ളത്. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നിവ രൂപീകരിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നിവ രൂപീകരിച്ചത്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? യമുന.
യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. യമുന നദിയുടെ തീരത്ത്. 1653 താജ്മഹലിന്റെ നിർമ്മാണം പൂർത്തിയാക്കപ്പെട്ടത്. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം, മാർബിളിലെ ഇതിഹാസം, കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നീ വിശേഷണമുള്ളത് താജ്മഹലിനാണ്. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം, മാർബിളിലെ ഇതിഹാസം, കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നൊക്കെ വിശേഷണമുള്ളത് താജ്മഹലിനാണ്. ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ആഗ്രയിലാണ് താജ്മഹൽ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധുവും പാകിസ്ഥാന്റെ ദേശീയ നദിയും സിന്ധുവാണ്. പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. കാവേരി നദിയിലാണ് ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അഷ്ടപ്രധാൻ എന്നറിയപ്പെട്ടത് ആരുടെ മന്ത്രിസഭയായിരുന്നു? ശിവജി. ശിവജിയുടെ മന്ത്രിസഭയായിരുന്നു അഷ്ടപ്രധാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അഷ്ടപ്രധാൻ. മറാത്ത രാജ്യത്തിന്റെ സ്ഥാപകനാണ് ശിവജി. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ശിവജിയാണ്. റായ്ഗർ ആയിരുന്നു ശിവജിയുടെ തലസ്ഥാനം. ശിവജിയുടെ തലസ്ഥാനം റായ്ഗർ ആയിരുന്നു. പഞ്ചകല്യാണിയാണ് ശിവജിയുടെ കുതിര. പഞ്ചകല്യാണി ശിവജിയുടെ കുതിരയും ഭവാനി ശിവജിയുടെ വാളുമാണ്. ഭവാനി എന്നാണ് ശിവജിയുടെ വാൾ അറിയപ്പെടുന്നത്. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ശിവജിയാണ്. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ശിവജിയാണ്. ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് അക്ബറാണ്. ദിൻ ഇലാഹി. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ട മന്ത്രിപരിഷത്ത് കൃഷ്ണദേവരായരുടേതാണ്. കൃഷ്ണദേവരായരുടേതാണ് അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ട മന്ത്രിപരിഷത്ത്. അഷ്ടദിഗ്ഗജങ്ങൾ അത് കൃഷ്ണദേവരായരുടേതാണ്. മുഗൾ സാമ്രാജ്യ സ്ഥാപകനാണ് ബാബർ. ബാബർ മുഗൾ സാമ്രാജ്യ സ്ഥാപകനാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH7. NH7 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. NH7ന്റെ പുതിയ പേര് NH44 എന്നാണ്. NH44 എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയുടെ ഇപ്പോഴത്തെ പേര്. ശ്രീനഗറിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിക്കുന്നതാണ് NH44. ശ്രീനഗറിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിക്കുന്നത് NH44 ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത NH47A ആണ്. NH47A ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത. NH47Aയുടെ പുതിയ പേര് NH966B എന്നാണ്. NH966B എന്നാണ് NH47Aയുടെ പുതിയ പേര്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത. NH17 കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ്. അതിൻ്റെ പുതിയ പേര് NH66 എന്നാണ്. NH66 എന്നാണ് NH17ന്റെ പുതിയ പേര്. ഇതാണ് കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ്? മീററ്റ്. മീററ്റിൽ നിന്നാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. മീററ്റിൽ നേതൃത്വം നൽകിയത് ഗേതം സിംഗ് ആണ്. ഗേതം സിംഗ് ആണ് മീററ്റിൽ നേതൃത്വം നൽകിയത്. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതിലത വഡേത്കർ ആണ്. പ്രീതിലത വഡേത്കർ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയും മംഗൾ പാണ്ഡെ ആദ്യത്തെ രക്തസാക്ഷിയുമാണ്. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബും താന്തിയ തോപ്പിയും കാൺപൂരിൽ നേതൃത്വം നൽകി. ഗ്വാളിയറിലും ഝാൻസിയിലും വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയാണ് ഗ്വാളിയറിലും ഝാൻസിയിലും വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്.